ഇപ്പോൾ അനൂപ് ആന്റണി BJP നേതാവ് അനൂപ് ആന്റണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുക. ഏതായാലും വലിയ കാലം എല്ലാവർക്കും അവർക്ക് വലിയൊരു സന്തോഷത്തിലാണ്. അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, സിസ്റ്റർമാരുണ്ട്, ബാക്കി എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഒരു വലിയൊരു എന്താ അവരെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് അകത്ത്. എല്ലാവരും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു, അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. വൈകാരികമായ നിമിഷമാണ് തീർച്ചയായിട്ടും വൈകാരികമായ നിമിഷമാണ് ഉള്ളിലുള്ളവർക്ക് എല്ലാവർക്കും. ഇന്ന് രാത്രി അതൊന്നും അതിനുള്ള സമയമില്ലല്ലോ, നാളെ ഞായറാഴ്ചയാണല്ലോ. പതുക്കെ അതിന്റെ ഏതായാലും നിയമപരമായ സഹായം BJP ഉറപ്പ് നൽകും. അവർക്ക് BJP ഉറപ്പ് നൽകിയതുകൊണ്ടാണല്ലോ ഇന്നിപ്പം ഇങ്ങനെ ഒരു അധ്യക്ഷൻ എന്താ കൂടുതൽ തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് വേറെ മീറ്റിംഗുകളുണ്ട്. തിരിച്ചു പോകും. പിന്നെ അത് മാത്രമല്ല BJP അധ്യക്ഷൻ ഇവിടെ കൂടുതൽ നിൽക്കേണ്ട കാര്യം വളരെ വേഗത്തിൽ ഈ നടപടികൾ സിസ്റ്റർമാർക്ക് റെസ്റ്റ് ചെയ്യണം. അവർക്ക് അവരുടെ കാര്യത്തിലേക്ക് കടക്കണ്ടേ. വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തീകരിക്കാനായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും അതെങ്ങനെയാണ് ഈ 3 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ വേഗം ഇത് പൂർത്തീകരിച്ചല്ലോ മെയിൽ മുഖേന? എല്ലാം അത് സർക്കാരിന്റെ പ്രോസസ്സ് വഴി തന്നെയാണ് എല്ലാം നടന്നിട്ടുള്ളത്. പക്ഷേ അത് അവർ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. അത് അവർ സിസ്റ്റർമാർ തന്നെ ചർച്ച ചെയ്യും. ഇപ്പൊ അവർ ഫസ്റ്റ് വന്നതേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആയി റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച്. അങ്ങനെ അല്ലല്ലോ, ത്രെറ്റ് ഒന്നും അല്ല. പോലീസ് പരിശോധിച്ചാൽ എല്ലാരും കൂടെ ഇവിടെ ബഹളമല്ലേ. അല്ല, അങ്ങനെ ത്രെറ്റ് ഉണ്ടോണ്ട് മാത്രമൊന്നുമല്ലോ പോലീസ് ഇത്രയും വലിയൊരു സംഭവം, ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു സംഭവം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ എല്ലാ സെക്യൂരിറ്റിയും ഇവിടെ ഉണ്ടാവും. BJP കേരളത്തിൽ നയിച്ച പ്രതിനിധിയാണ് അനൂപാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അധിക സന്തോഷമുണ്ടാകാനുള്ള സാധ്യതയും ഈ വിഷയത്തിലുണ്ട്. കാരണം ഏൽപ്പിച്ചൊരു ജോലിയാണ് ഈ രീതിയിലായിരിക്കുന്നത്. ഇപ്പോൾ റോജി M. ജോൺ പ്രതികരിക്കുന്നു. അൻവർ സാദത്ത് MLA 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പുറത്തേക്ക് എത്തുന്നത്. അല്ല, തീർച്ചയായിട്ടും വലിയ വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. നമ്മൾ കൂടുതലും വിശദമായിട്ടൊന്നും സംസാരിച്ചില്ല. അവർക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും അവരുടെ കൂടെ നിന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. കാരണം അവര് ഇവിടെ മറ്റു പരിചയമൊന്നുമില്ലാത്ത ഒരു ജയിലിൽ, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ കേസുകളൊന്നും കൈകാര്യം ചെയ്ത് മുൻപരിചയമൊന്നുള്ള ആളുകളൊന്നും അല്ലല്ലോ അവര് ആതുര സേവനം നടത്തുന്ന ആളുകളാണ്. ആദിവാസി മേഖലയിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്, കന്യാസ്ത്രീകളാണ്. അപ്പോൾ അവര് സ്വാഭാവികമായും ഏതാണ്ട് 53ഓളം മറ്റ് പ്രതികളുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് അതിനകത്ത് കൊലക്കേസ് പ്രതികളുണ്ട്, മോഷണക്കേസ്, മയക്കുമരുന്ന് കേസ്, അങ്ങനെ വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന 53 പേരുടെ കൂടെ ഒരു സെല്ലിലാണ് അവർ കടന്നത്. അപ്പോൾ ഒരാഴ്ച, ഒരു 9 ദിവസക്കാലം അങ്ങനെ കടന്നതിന്റെ വിഷമം അവർക്കുണ്ടാവും. എന്തായാലും പുറത്തു വന്നതിനകത്ത് അവർക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. കാഞ്ചനക്കൂട്ടിലടിച്ചാലും ബന്ധനം തന്നെ ബന്ധനമുള്ളൂ അല്ലെ? കാഞ്ചനക്കൂട്ടിലടിച്ചാലും ബന്ധനം തന്നെ. അപ്പൊ അവരുടെ മാനസികാവസ്ഥ. ഓക്കെ.